തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കാലാവധി നീട്ടില്ല. പുതിയ ഭരണസമിതി അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനിക്കും. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിലവിലെ ബോർഡിനെയും പ്രതിക്കൂട്ടിലാക്കുന്ന വീഴ്ചകളിലേക്ക് ഹൈക്കോടതി വീണ്ടും വിരൽ ചൂണ്ടിയതോടെയാണ് സർക്കാർ മുൻ തീരുമാനം മാറ്റുന്നത്. പുതിയ പ്രസിഡന്റിനെ സംബന്ധിച്ച് നാളെ ചേരുന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ധാരണയിലെത്തും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കാലാവധി 1 വർഷം കൂടി നീട്ടി നൽകാനായിരുന്നു സർക്കാർ ആലോചിച്ചിരുന്നത്. നിലവിലെ ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിന്റെയും ബോർഡ് അംഗം A അജികുമാറിന്റെയും കാലാവധി ഈ മാസം 12-ന് അവസാനിക്കുകയാണ്. ഈ മാസം 16-ന് ശബരിമല മണ്ഡലകാലം ആരംഭിക്കാനിരിക്കെ നിലവിലെ ബോർഡിന്റെ കാലാവധി 2026 ജൂൺ വരെ നീട്ടാനായിരുന്നു സർക്കാർ ആലോചിച്ചിരുന്നത്. 2019-ൽ സ്വർണം പൂശിയ ദ്വാരപാലക ശില്പങ്ങളിലെ പാളികൾ ഈ വർഷം വീണ്ടും സ്വർണം പൂശാനായി ചെന്നൈയിലേക്ക് കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ടാണ് നിലവിലെ ബോർഡും സംശയനിഴലിലായത്. ഈ സാഹചര്യത്തിൽ നിലവിലെ ബോർഡിനെ തുടരാൻ അനുവദിച്ചാൽ കോടതിയിൽ നിന്നടക്കം തിരിച്ചടിയായേക്കുമെന്ന് സർക്കാരിനും ആശങ്കയുണ്ട്. ബോർഡിന്റെ കാലാവധി നീട്ടി ഓർഡിനൻസ് പാസാക്കിയാലും കോടതി പരാമർശം ചൂണ്ടിക്കാട്ടി ഗവർണർ ഒപ്പിടാതിരിക്കാനുള്ള സാഹചര്യവുമുണ്ട്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മുൻ MLA TK ദേവകുമാറിന്റെയും മുൻ MP ആയ A സമ്പത്തിന്റെയും പേരുകൾ പറഞ്ഞു കേൾക്കുന്നുണ്ട്.